മഴ കനക്കും. പത്തനംതിട്ടയിൽ ഇന്നും മിന്നൽ പ്രളയ സാധ്യതയെന്ന മുന്നറിയിപ്പ്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കും. കൊല്ലവും തിരുവനന്തപുരവും ഒഴികെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ സംസ്ഥാനത്താകെ യെല്ലോ അലർട്ട്. 10 ജില്ലകളിൽ നാളെ അവധി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ആകെ 10 മരണം, 8 പേരെ കാണാനില്ല, 13 പേർ പരിക്കേറ്റ് ചികിത്സയിൽ. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴ പെയ്തിട്ടും ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമായില്ല. ഇടുക്കിയിൽ സംഭരണശേഷിയുടെ 37.48% മാത്രം. മുല്ലപ്പെരിയാറിൽ 116.70 അടി. മലങ്കര, കല്ലാർകുട്ടി, പാംബ്ല, കല്ലാർ ഡാമുകൾ തുറന്നു. ഡാമുകളോട് ചേർന്ന ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് യാത്രാ നിരോധനം തുടരുന്നു. പമ്പ കരകവിഞ്ഞത് 3 മണിക്കൂർ കൊണ്ട്. ആറന്മുള നെല്ലാട് ഇപ്പോഴും വെള്ളത്തിനടിയിൽ. കോട്ടയത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഉരുൾപൊട്ടിയ കിഴക്കൻ മേഖലയിൽ വൻ നാശനഷ്ടം. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജലനിരപ്പ് ഉയർന്നു തന്നെ. ആലപ്പുഴയിൽ പലയിടത്തും വെള്ളക്കെട്ട്. മധ്യ കേരളത്തിലും മഴ കുറഞ്ഞെങ്കിലും ദുരിതം തുടരുന്നു. എറണാകുളം ചെല്ലാനത്തും കണ്ണമാലിയിലും കടൽക്ഷോഭം കടുത്തു. വീടുകളിൽ വെള്ളം കയറി. എല്ലാ കൊല്ലം ഇത് തന്നെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൊല്ലം തന്നെയല്ല, എത്ര കൊല്ലമായി പറയണത്. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ആരും തിരിഞ്ഞു നോക്കാറും കൂടി ഇല്ല. ഉപ്പ് കയറി വശകേടായി ഒരു കെട്ട് കെട്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം കയറാണ്ട്. ഏറ്റവും വരുമ്പോൾ വെള്ളം ശക്തിയായിട്ട് കയറുന്നു. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ഇക്കുറി വെള്ളക്കെട്ടില്ല. മൂവാറ്റുപുഴയാറ്റിൽ ജലനിരപ്പ് താഴുന്നു. ഇടുക്കിയിൽ മഴ തുടരുന്നത് ആശങ്ക. പെരിയാറിലും മുതിരപ്പുഴയാറിലും ശക്തമായ ഒഴുക്ക്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. വടക്കൻ കേരളത്തിലും സ്ഥിതി നിയന്ത്രണ വിധേയം. കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ട്. വയനാട്ടിൽ മണ്ണിടിച്ചിലിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ ഉള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂരിൽ മഴയുടെ ശക്തിക്ക് കുറവ്. പുതിയ ശബരിമല തന്ത്രിക്ക് ദേവസ്വം ബെഞ്ചിന്റെ ഉപദേശം. ക്ഷേത്രത്തിന്റെ പവിത്രത, ഭരണപരമായ ആചാരമര്യാദകൾ, ഭക്തരുടെ വിശ്വാസം എന്നിവ കണക്കിലെടുത്ത് പ്രവർത്തിക്കണമെന്ന് കണ്ഠര് ബ്രഹ്മദത്തനോട് ഹൈക്കോടതി ബെഞ്ച്. ബീഹാറിലെ പൂർണിയ MP പപ്പു യാദവിന് നേരെ കയ്യേറ്റം. ആക്രമിച്ചത് 4 സംഘം. വാക്കുതർക്കത്തിന്റെ ചെരുപ്പേറ്. കുത്താൻ ശ്രമിച്ചെന്നും വധശ്രമമെന്നും പപ്പു യാദവ്.